ഇന്നാണെങ്കിൽ ഞാനും മോനും തന്നെയുള്ളൊരു ദിവസമായിരുന്നേ. അപ്പോൾ രാത്രിയിൽ എന്തെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ളത് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അതുകൊണ്ട് ഞാൻ ഇന്ന് വൈകുന്നേരം ഇടിയപ്പവും കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് ഡിന്നറിനായിട്ട്. അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് നാളത്തേന് മോന് ബ്രേക്ക്ഫാസ്റ്റിനും സ്കൂളിലേക്കും കൂടി കൊടുത്തു വിടാമല്ലോ. കഴിഞ്ഞ ദിവസം കുറച്ച് കൂടുതൽ കടലയാണെങ്കിൽ വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് കടല എടുത്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കടലയൊന്നും കുതിർക്കേണ്ടി വന്നിട്ടില്ല. പെട്ടെന്ന് ഒരു കടലക്കറി അങ്ങ് ഉണ്ടാക്കി. തേങ്ങ വറുത്തരച്ചാണ് ഞാൻ എപ്പോഴും കടലക്കറി ഉണ്ടാക്കാറ്, എത്ര സമയമില്ലെങ്കിലും കേട്ടോ. അപ്പോൾ തേങ്ങ ഒക്കെ വറുത്തരച്ച് പെട്ടെന്നൊരു കടലക്കറി സെറ്റാക്കി. പിന്നെ അതിലേക്ക് ലാസ്റ്റിലൊന്ന് താളിച്ചും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇടിയപ്പം എന്ന് പറയുന്നൊരു സംഭവം എനിക്ക് അധികം ഇഷ്ടമൊന്നുമല്ല. പക്ഷേ ഇവിടെ മോന് ഇടിയപ്പവും കടലക്കറിയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവൻ ഇഷ്ടമുള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഈ ചിലരൊക്കെ എന്നോട് പറയുന്നത് കേൾക്കാറുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ ആണുങ്ങളാണ് ഈ ഇടിയപ്പമൊക്കെ ചുറ്റിച്ച് തരിക, ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ കുറച്ച് പാടാണ്. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഞാനാണ് എപ്പോഴും ഇവിടെ ഇടിയപ്പം ഉണ്ടാക്കുന്നത്. അങ്ങനെ ചുറ്റിക്കാനൊന്നും പാടായിട്ടൊന്നും എനിക്കിതുവരെ ഫീൽ ആയിട്ടില്ലേ. നിങ്ങളുടെ വീട്ടിൽ ആണുങ്ങളാണോ അതോ നിങ്ങൾ തന്നെയാണോ ഈ ഇടിയപ്പമൊക്കെ ചുറ്റിയെടുക്കാമെന്നൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ ഞാൻ ഇതുപോലെ ലാസ്റ്റിൽ മാവ് അധികം വരുമ്പം അതിലേക്ക് കുറച്ച് തേങ്ങായും പിന്നെ കുറച്ച് പഞ്ചസാരയും ഏലക്കാപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഉരുട്ടിയിട്ട് ഞാൻ സ്റ്റീം ചെയ്ത് ഇടിയപ്പത്തിൻ്റെ കൂടെ എടുക്കാറുണ്ട്. അത് നല്ല ടേസ്റ്റാണ് കഴിക്കാനാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നിങ്ങൾക്കൊക്കെ ഇടിയപ്പത്തിനോട് എന്ത് കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം? ചിലരാണ് തേങ്ങാപ്പാലിൽ പഞ്ചസാര ഇട്ടിട്ട് അത് കൂട്ടിയും കഴിക്കാറുണ്ട്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല.